അപ്പോൾ ഗൈസ് നമ്മളൊന്നൊരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. എവിടെ നിന്നുണ്ടല്ലേ? അതെ, നമ്മുടെ നേറ്റങ്ങളുടെ സ്വന്തം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാനൊന്ന് സ്കൂളിനകത്തേക്ക് കയറി. ആ കാഴ്ച എന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. 4 വണ്ടിക്കുള്ള ഓട്ടം പറഞ്ഞിട്ട് 40 വണ്ടിക്കുള്ള ആൾക്കാരുണ്ട് ഇവിടെ. എന്റെ കർത്താവേ, ഞാനെന്റെ കണ്ടനർ വിളിക്കേണ്ടി വരൂ. സ്റ്റേജിൽ നിന്ന് പ്രിൻസിപ്പൾ എന്തോ കാര്യമായി പറയുന്നുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഏത് മോഡാണെന്ന് ചോദിച്ചാൽ ട്രിപ്പ് മോഡാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇനി കുംഭമ്മളുടെ വരവാണ്. ഒരു മോളിപ്പാട്ടം പാടി വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ എവിടെ നന്ദാങ്കിലേക്കും ഇതുപോലെ കൊറോണ വരും. ചുക്കാമണിയും കാണിച്ച് വീഡിയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അമിട്ട് വെച്ചാൽ ശരിയാവില്ല. ഇവന്റെയൊക്കെ മൂട്ടിൽ വല്ല ബോംബ് തന്നെ വെക്കണം. പിന്നെ ഒന്ന് നോക്കിയില്ല ഗൈസ്, എന്റെ നേതൃത്വത്തിൽ എന്റെ പിള്ളേര് ലഗേജ് എല്ലാം പെട്ടെന്ന് തന്നെ വണ്ടിയിലാക്കി. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ബ്ലോക്ക് ഞാൻ അവിടെ ഉണ്ടാക്കി. ഇങ്ങനെ ആദ്യത്തെ വണ്ടിയിലെ ആൾക്കാരെ കയറ്റി ഞങ്ങൾ അവരെ യാത്ര അയച്ചു. പിള്ളേരൊക്കെ എനിക്ക് ടാറ്റ തരുന്നുണ്ട്. എന്ത് ചെയ്യണം? എവിടെ പോയാലും എനിക്ക് കുറെ ഫാൻസ് തിരക്കിട്ടു. ശരി മക്കളെ, പോയിട്ട് വരൂ. മൈസൂരിലെ എല്ലാവരോടും എന്റെ അന്വേഷണം പറഞ്ഞാൽ മതി. അവനെ പറഞ്ഞു വിട്ട് ദേ തിരിഞ്ഞു നോക്കിയപ്പോൾ അടുത്തവൻ വന്ന് നിൽക്കുന്നു. ഓ, എന്തൊരു കൃത്യനിഷ്ഠ! ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനും RTO ഓഫീസും ഉള്ളതുകൊണ്ട് ബിവറേജിൽ ക്യൂ നിൽക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയോടെയാണ് നമ്മുടെ ചെറുക്കന്മാരെ ട്രിപ്പ് എടുക്കാൻ വന്നത്. ഒരു ബഹളവുമില്ല, അലമ്പുമില്ല. അങ്ങനെ അവനെയും ഞങ്ങൾ യാത്രയാക്കി. ഓ, ഇതിലും എനിക്ക് ടാറ്റയുണ്ടല്ലേ? എന്ത് ചെയ്യാനെ? ഞാൻ വരാത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെന്നറിയാം. എന്നാലും സാരമില്ല. ചെസ് നമ്പർ 3 ഓൺ സ്റ്റേജ്. വീഡിയോ എടുക്കുന്നത് കൊണ്ടതും ആ ചുക്കാമണിയൻ വീണ്ടും വന്നു. അതും ചോദിച്ചാൽ ഉടനെ പറയും, എടാ ബെൻസേ, ഇതെന്റെ കഥയാടാ, ഈ ചുക്കാമണിയന്റെ കഥ. പാവം, ഇതിനിടയിൽ നമ്മുടെ ചെറുക്കൻ വന്നത് പറഞ്ഞില്ല, നിന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. അവന്റെ ശുഷ്കാന്തി കണ്ടോ മല്ലയ്യ? അപ്പോ ശരി ഗൈസ്, നിങ്ങളും പോയിട്ട് വരും. ആകാശത്തു കൂടി പോണ ഏണി സ്പീഡ് പോസ്റ്റുമായി വാങ്ങിച്ചു തരുന്ന ടീമാ ദേ പുറകെ വരുന്നത്. പാവങ്ങൾ RTO ഓഫീസും പോലീസ് സ്റ്റേഷനുമുള്ള കാര്യം അറിയാതെ ലൈറ്റൊക്കെ ഇട്ട് മിന്നിച്ചു വരുമായിരുന്നു. നമ്മുടെ ചുക്കാമണൻ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അതൊക്കെ ഓഫ് ചെയ്യിപ്പിച്ചു. എന്നാലും പോകുന്ന പോക്കിൽ ഒന്ന് കണ്ണിറുക്കി കാണിക്കാൻ അവൻ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സീസൺ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. വീട്ടിൽ കാണുന്നതുവരെ ശുഭദിനം. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.